പണ്ട് നമ്മളൊരു 30 ഡേയ്സ് ഡൂഡ്ലിംഗ് ചാലഞ്ച് ചെയ്ത് ഓർമ്മയില്ലേ? ആ ഒരു ചാലഞ്ച് നമ്മൾ വീണ്ടും ചെയ്യണേണ്. നമ്മൾ ആ ചാലഞ്ച് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, അത് കഴിയാറായപ്പോഴത്തേക്കും കുറെ കുട്ടികൾ കമന്റ് ഇട്ടുണ്ടായിരുന്നു. പക്ഷെ ചാലഞ്ച് കഴിഞ്ഞതോടെ ആ കുട്ടികളുടെ കമന്റുകളൊന്നും നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ നിങ്ങളുടെ കമന്റുകളൊന്നും ഞാൻ വരച്ചിട്ടില്ലെങ്കിൽ വേഗം തന്നെ കമന്റ് ചെയ്തോ. ഈ പ്രാവശ്യം എന്തായാലും ഞാൻ വരക്കും. പിന്നെ ഈ ഒരു ചാലഞ്ച് ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്കൊരു ആഗ്രഹവും കൂടി ഉണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5.5K ആണ്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 5540 ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്. അപ്പൊ ഈ ചാലഞ്ച് തീരുമ്പോഴത്തേക്കും അതൊരു 6K ആക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കണ്ടേ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ, ഒരു കമന്റ് ഇട്ടോ, നാളെ ഞാൻ ഉറപ്പായിട്ടും വരക്കും. അപ്പൊ ഇന്ന് നമ്മുടെ ചാലഞ്ചിന്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ അപ്പൊ 2 കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. 3 കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2 പംകിൻ വരക്കുമെന്ന് വെച്ചിട്ടും ഒരെണ്ണം യൂണിക്കോൺ വരക്കുമെന്ന് വെച്ചിട്ടുമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് നമുക്ക് പംകിൻ വരക്കാം, നാളെ നമുക്ക് യൂണിക്കോൺ വരക്കാന്ന്. കാരണം ഹാലോവിൻ കഴിഞ്ഞിട്ട് 2-3 ദിവസം ആയല്ലോ. ഇനിയും അപ്പൊ പംകിൻ വരക്കാനായിട്ട് ഇങ്ങനെ വെച്ച് നീട്ടണത് ശരിയല്ലല്ലോ. പിന്നെ യൂണിക്കോൺ വരക്കുമെന്ന് ചോദിച്ചത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ അനീത്തിയായിരുന്നു. അപ്പൊ ആ അനീതി കുട്ടിക്കും സബ്സ്ക്രൈബറായ നീയ കുട്ടിക്കും ഹായ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ചാലഞ്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു 6K ആവണം എന്നാണ് ആഗ്രഹം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഒരു സബ്സ്ക്രൈബ്, ഒരു ലൈക്കും കമന്റൊക്കെ അങ്ങ് ചെയ്തോ. വീഡിയോ ഫുള്ള് കാണുന്നതിന് മുന്നേ ഞാൻ എന്താ വരക്കണമെന്ന് ഗസ് ചെയ്യാൻ പറ്റൂ. വേണേൽ കുറച്ച് ക്ലൂ ഒക്കെ തരാം. തലയിലൊരു കൊമ്പുണ്ട്, പിന്നെ ക്യൂട്ട്നെസ് വാരിക്കോരി എറിയലാണ് ഇയാളുടെ മെയിൻ ഹോബി. കുട്ടികൾക്കൊക്കെ ഇയാളെ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ചാലഞ്ചിൽ നമ്മൾ ഇയാളെ വരച്ചിട്ടുണ്ടായിരുന്നു. ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കമന്റ് ചെയ്തോ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പൊ മനസ്സിലായില്ലേ ആരെയാ ഞാൻ ഉദ്ദേശിച്ചതെന്ന്. ഇനി ഇതുപോലെ നാളെ എന്തോ വരക്കണമെന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്ത് പറയാ. കൂട്ടത്തിൽ ആ സബ്സ്ക്രൈബും കൂടി നോക്കിയേ കിട്ടാ. പിന്നെ കഴിഞ്ഞ ചാലഞ്ചിൽ വരച്ച ഐഡിയാസ് ഒന്നും എനിക്ക് പറയണ്ട. വെറൈറ്റി ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യും. അതൊക്കെ നമുക്ക് വരക്കാം. മിനിഞ്ഞാന്നാണെങ്കിൽ എന്നെ 5 പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത്. ഇന്നലെ ആണെങ്കിൽ ഒറ്റൊരാൾ പോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല. അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് ചാലഞ്ച് തുടങ്ങി 4ാമത്തെ ദിവസമായിട്ടും ഒരു പ്രോത്സാഹനവും ഒരു സപ്പോർട്ടും ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. ഇന്ന് വീഡിയോ ഇടണ്ടെന്നാണ് ഞാൻ ഓർത്തേച്ചത്. പക്ഷേ കുറച്ചു നേരം മുന്നേ നോക്കിയപ്പോഴത്തേക്കും 3 പേര് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഏതാണ് വെറൈറ്റി ആയിട്ടുള്ള ഐഡിയ എന്നൊക്കെ നോക്കിയിട്ട് അതങ്ങ് വരച്ച് വീഡിയോ ഇട്ട്. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഒരു ലൈക്കും കമന്റ് ഒക്കെ ഇടുക. കമന്റ് ഇടുമ്പോൾ വെറൈറ്റി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നാളത്തെ വീഡിയോയിൽ അതായിരിക്കും ഞാൻ വരക്കണത്. അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള കമന്റുകൾ ഇടാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇടാതിരിക്കാൻ വേണ്ടിയിട്ടേ ഓരോ ദിവസം ഓരോ കാരണങ്ങളാണ് എനിക്ക്. ഇന്നലത്തെ കാരണം സബ്സ്ക്രൈബേഴ്സ് കിട്ടാനുള്ളതെന്നായിരുന്നെങ്കിൽ ഇന്നത്തെ കാരണം എനിക്ക് ക്ഷീണമാണെന്നാണ്. ഇപ്പോഴാണെങ്കിൽ എനിക്ക് എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പൊ എക്സാം തുടങ്ങണം മുന്നേ ഞാൻ വിചാരിച്ചത് ഈ ആഴ്ചയിൽ ഇടേണ്ട വീഡിയോ ഒക്കെ നമുക്ക് നേരത്തെ എടുത്തു വെക്കാം. എന്നിട്ട് എക്സാം തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഓരോ ദിവസം ഓരോന്നായിട്ട് പബ്ലിഷ് ചെയ്യാമെന്നാണ്. പക്ഷേ ആസ് യൂഷ്വൽ പ്ലാനിങ് മാത്രം നടന്നു, വേറെ ഒന്നും നടന്നില്ല. അപ്പോൾ 2 എക്സാംസ് ഒക്കെ എഴുതി ക്ഷീണിച്ച് വന്നിട്ട് നാളത്തേക്കുള്ള 2 എക്സാമിന് വേണ്ടി പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ കഷ്ടപ്പാടിന് കുറച്ച് ലൈക്കും കമന്റും സബ്സ്ക്രൈബൊക്കെ തരിക. എല്ലാവരും അങ്ങ് വേഗം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കുറച്ച് കമന്റൊക്കെ ഇടും. സംഭവം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ചെയ്യണതെന്ന് എനിക്കറിയാം. അതായത് നമ്മുടെ ഈ ചാലഞ്ച്. പക്ഷെ എന്ത് ചെയ്യാനാണ് ഗൈസ്, എനിക്ക് ഈ മാസം മൊത്തം എക്സാമാണ്. ഒന്നും ചെയ്യാൻ പറ്റൂല ഇതിൻ്റെ ഇടയിൽ കൂടി ക്രാഫ്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊന്ന് ഈ മാസത്തേക്ക് ക്ഷമിക്കുക. ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ്, ഡിസംബർ ആണ്. അപ്പം നമുക്ക് കുറച്ച് അടിപൊളി ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പാണ്. ഇനി ഞാൻ ഉറപ്പ് വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ആ ഉറപ്പ് പാലിക്കുമെന്ന് വിശ്വാസം ഇല്ലെങ്കിൽ വേഗം തന്നെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അപ്പം നിങ്ങൾ മറന്നുപോയാലും ഞാൻ മറന്നു പോയില്ല, ഞാൻ ക്രാഫ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അന്നൊരു ദിവസം വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുമല്ലോ. ഏത് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. മനസ്സിലായാലില്ലെങ്കിലും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ഡിസംബറിൽ എന്തായാലും അടിപൊളി ക്രാഫ്റ്റും അടിപൊളി വ്ളോഗും എല്ലാം വരും. പിന്നെ എക്സാംസ് ആണെന്ന് ഓർത്തിട്ട് വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ 1 മാസത്തോളമെങ്കിലും വീഡിയോ ഇടാതിരിക്കണം. അതുകൊണ്ടിട്ടാണ് ഈ ഒരു കുട്ടി ചാലഞ്ചായിട്ട് ഞാൻ തട്ടിയും മുട്ടിയും പോണത്. ഈ വീഡിയോ ഫുള്ള് കാണാതെ ഞാൻ എന്താ വരക്കണമെന്ന് ഗസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റും വേഗം തന്നെ അങ്ങോട്ട് കമന്റ് ഇട്ടോ. അത് പക്ഷെ ഞാൻ വരച്ച് തീരണ മുന്നേ കമന്റ് ഇടണം. വരച്ച് കുറച്ചായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് കമന്റ് ഇടാനാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ അത് നടക്കൂല. ആദ്യം എന്നെ കമന്റ് ഇടണം. ഈ ഭാഗത്തൊക്കെ എത്തിയിട്ടാണ് നിങ്ങൾ കമന്റ് ഇടണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കള്ളത്തരമാണ്. ആദ്യമേ കമന്റ് ഇടണമായിരുന്നു, ഇപ്പോഴല്ല കമന്റ് ഇടേണ്ടത്. പക്ഷെ ഇപ്പോഴും കുറച്ച് പേരുടെ കമന്റ് ഇടാതെ ഇങ്ങനെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ വീഡിയോ കാണണല്ലേ. അപ്പൊ പിന്നെ ഞങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്തു. എപ്പോഴും വരക്കുന്ന സാധനങ്ങൾ വരക്കാതെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വരക്കണമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു ചാലഞ്ച് ഞാൻ തുടങ്ങിയത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഡെയിലി ഒരു കമന്റ് വരും, ചേച്ചി അവക്കാട് വരക്കുമെന്ന് വെച്ചാൽ. ആദ്യം 2-3 കമന്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് അവക്കാടൊക്കെ എപ്പോഴും വരക്കണല്ലേ, അവക്കാട് വരക്കണ്ട, വേറെ എന്തെങ്കിലും വരക്കാം. പക്ഷെ ഡെയിലി അവക്കാട് വരക്കുന്ന കമന്റ് വരാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ക്യൂട്ട്നെസ് വാരിയറിയും യൂണിക്കോണിന് മാത്രമല്ല അവക്കാടേക്കും പറ്റും. ബ്രഷ് പെൻ വെച്ച് കളർ അടിച്ചിട്ട് അത്രക്കാണ് ക്യൂട്ട് ആവാത്ത പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. എന്താ വരക്കണ്ടേന്നറിയാം, പക്ഷെ എങ്ങനെ വരക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഇന്നത്തെ എൻ്റെ അവസ്ഥ. ഇന്ന് നമ്മളൊരു കപ്പ് കേക്കാണ് വരക്കണത്. അപ്പം നിങ്ങൾ വിചാരിക്കണം കപ്പ് കേക്ക് വരക്കാനായിട്ട് എന്താണ് ഇത്ര അറിയാൻ പാടില്ലാത്തതെന്ന്. ഇവിടെയാണ് എനിക്ക് കൺഫ്യൂഷൻ വന്നത്. കപ്പ് കേക്കിൽ ക്രീം ഇട്ട് കഴിഞ്ഞാൽ അത് ഐസ്ക്രീം പോലെ ഇരിക്കൂലേ, എന്നാൽ ക്രീം ഇടാതിരുന്നു കഴിഞ്ഞാൽ അത് കപ്പ് കേക്ക് പോലെ ഇരിക്കാണ്ട് ഐസ്ക്രീം പോലെ തന്നെ ഇരിക്കുമോ? ഇതായിരുന്നു എൻ്റെ ഡൗട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചാലഞ്ച് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ റെഫറൻസ് പിക്ചർ എടുത്തിട്ടും ട്രേസ് ചെയ്തിട്ടാണ് വരച്ചത്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല.
ഈ പ്രശ്നം എൻ്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ടും സ്വന്തം കഴിവ് ഉപയോഗിച്ചിട്ടുമാണ് നമ്മൾ ഓരോ പടങ്ങൾ വരയ്ക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രാവശ്യം ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബും ചെയ്തിട്ട് പോയാൽ മതി. ഇന്ന് ഞാൻ ശരിക്കും ക്ലാസ് കഴിഞ്ഞ് ഭയങ്കര പ്ലാനിങ്ങോട്ടാണ് വീട്ടിലേക്ക് വന്നത്. വരുമ്പോഴത്തേന് വണ്ടി കഴുകണം, വീഡിയോ എടുക്കണം, പഠിക്കണം, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് വന്നത്. പക്ഷേ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ തന്നെ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. ഈ ഉറക്കം മാറ്റാനായിട്ട് ഞാൻ വന്ന വഴി തന്നെ ഒരു ചായ ഇട്ട് കുടിക്കുകയും ചെയ്ത്. പക്ഷേ എന്നിട്ടും എൻ്റെ ആ ഉറക്കം മാറിയില്ല. ആ സമയത്ത് എന്തോ 5:15 അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളു. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും കുറച്ച് നേരം ഉറങ്ങിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം, പഠിക്കാം, വണ്ടിയെ കഴുകാം, എല്ലാം സെറ്റാക്കാം. എന്നിട്ട് ഉറക്കം കഴിഞ്ഞ് ഏറ്റപ്പോഴത്തേക്കും 6:15 ആയപ്പോഴത്തേക്കാണ് ഞാനൊരു സത്യം ഓർത്തത്. ഇപ്പം ഡിസംബർ അല്ലേ, നേരത്തെ ഇരുട്ടാവൂലേ, ഈ ഇരുട്ടത്ത് പോയിന്ന് വണ്ടി കഴുകുക എന്നൊക്കെ പറഞ്ഞ ചടങ്ങല്ലേ എന്ന് ഓർത്തിട്ട് ഒരു കാര്യവും ചെയ്തില്ല. ഇപ്പം ഇങ്ങനെ മടി പിടിച്ചിരിക്കും. 1.5 വർഷത്തോളം ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 314 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത്രയും വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇന്നലെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ എല്ലാ വീഡിയോയിലും വന്നിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിക്കാതെയും ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നോടും എനിക്ക് നിങ്ങളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സ് വഴിയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻ്റ് ഒക്കെ ഇടുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ അതൊക്കെ പറഞ്ഞാൽ ഞാൻ ചെയ്ത് കാണിക്കാം. 12 ദിവസമായി നമ്മൾ ഈ ചാലഞ്ച് തുടങ്ങിയിട്ട്. സംഭവം ശരിക്കും കുറേശ്ശെ ബോറടിച്ച് തുടങ്ങി. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മൾ ഈ ചാലഞ്ച് അങ്ങ് തുടങ്ങിപ്പോയില്ലേ. ഒരു സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് തീർക്കാതെ അതിൻ്റെ ഇടയിൽ നിർത്തണത് ഒരു പൊട്ടപ്പണിയാണല്ലോ. അതുകൊണ്ടായിട്ട് നമുക്കത് എങ്ങനെയൊക്കെ ഒന്ന് കഷ്ടപ്പെട്ട് 30 ദിവസം ആക്കണം. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കമൻറ്റ് ഇടണതും ലൈക്ക് ചെയ്യണതൊക്കെയാണ് എൻ്റെ ഒരു പ്രചോദനം. കുറേ കുട്ടികളൊക്കെ എനിക്ക് വന്നിട്ട് ഇങ്ങനെ കമൻറ്റൊക്കെ ഇടുന്നുണ്ട്. കുറേ വെറൈറ്റി ഐഡിയ ഒക്കെ കമൻറ്റ് ഇട്ടൊക്കെ തരണൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഉടനെ വരയ്ക്കാം. ഞാനിപ്പോൾ വിചാരിക്കണത് ഈ 30 ദിവസത്തെ ചാലഞ്ച് എങ്ങനെയൊക്കെ ഒന്ന് തീർന്നാൽ മതി എന്നാണ്. കാരണം ഈ 30 ദിവസത്തെ ചാലഞ്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഡിസംബർ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ക്രിസ്മസ് റിലേറ്റഡ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാം. പിന്നെ ഞാൻ വലിയൊരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നടക്കില്ലെന്ന് എനിക്കറിയാൻ പാടില്ല, നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ്. നിങ്ങൾ മീശപ്പുലിമലയിൽ മഞ്ഞ് വീഴുന്ന കണ്ടിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ പിങ്ക് കളർ സ്ട്രോബെറി കണ്ടിട്ടുണ്ടോ? പിങ്ക് കളർ സ്ട്രോബെറി കണ്ടിട്ടില്ലേ? വാ ഞാൻ കാണിച്ചു തരാം പിങ്ക് കളർ സ്ട്രോബെറി എങ്ങനെയാണ് ഉണ്ടാവണേന്ന്. സ്ട്രോബെറി വരക്കുമെന്ന് വെച്ചിട്ടുള്ള കമൻറ്റ് കുറേ ദിവസമായിട്ട് അവിടെ ഇവിടേക്ക് ഇട്ട് വരുന്നുണ്ടെങ്കിലും ഞാൻ അതിനത്ര മൈൻഡ് ചെയ്ത് വെച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കളറിലുള്ള ബ്രഷ് പെൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ പിന്നെ റെഡ് കളർ സ്കെച്ച് വെച്ച് വരക്കണ്ടേ. എനിക്ക് ഈ ബ്രഷ് പെൻ യൂസ് ചെയ്ത് സ്കെച്ച് വെച്ച് വരക്കാൻ മടിയായി. അതുകൊണ്ട് ഞാൻ അങ്ങ് പിങ്ക് കളർ സ്ട്രോബെറി ആക്കി. ഇന്ന് നമ്മൾ വരക്കണത് കൊച്ചി ടി വി ഫാൻസിൻ്റെ എക്കാലത്തെയും സൂപ്പർ ഹീറോയ മായക്കണ്ണനെയാണ്. മായക്കണ്ണനെ നല്ല അടിപൊളിയായിട്ട് ട്രേസ് ഇതൊക്കെ വരക്കാൻ തുടങ്ങിയത് ലാസ്റ്റ് ഞാൻ കൊണ്ടേ അത് കുളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാകും നിങ്ങൾക്ക്. ഇന്ന് നമ്മൾ വീഡിയോ ഇടാൻ കുറച്ചധികം ലേറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാത്തിരുന്നിട്ടുണ്ടാവില്ലെന്നൊക്കെ എനിക്കറിയാം. എന്നാലും നിങ്ങൾ കാത്തിരുന്നൊക്കെ ചുമ്മാ പറഞ്ഞാൽ അത് കേൾക്കാനായിട്ട് എനിക്കൊരു സന്തോഷമാണല്ലോ. അതുകൊണ്ടൊന്നും അങ്ങനെ പറയാം. മുടി കളർ ചെയ്യണവരെയൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു. പിരികം കളർ ചെയ്യണ സമയത്താണ് പിരികത്തിന് എന്ത് കളറാന്നുള്ള ഡൗട്ട് വന്നത്. പിന്നെ ഈ ഒരു കളർ ഉണ്ടല്ലോ, ഇത് ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മായക്കണ്ണൻ്റെ ഷീൽഡിനൊക്കെ ആ കളർ അത്യാവശ്യമായി. ഇനിയാണ് നമ്മൾ സുന്ദര കുട്ടാപ്പിയായിരുന്ന മായക്കണ്ണനെ സുന്ദര കുട്ടാപ്പി അല്ലാതെ ആക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ മായക്കണ്ണൻ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ വരച്ച മായക്കണ്ണനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നറിയാം. എന്നാലും ഒരു സബ്സ്ക്രൈബിലേക്കും തന്നേക്ക്. വെറും 15 സബ്സ്ക്രൈബേഴ്സും കൂടി മതി 9.5K 8.5 5.9K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട്. ഈ മാസം തീരണ മുന്നേറ്റ് ഒരു 6K ഫാമിലി ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇനി ഒരു 15 സബ്സ്ക്രൈബേഴ്സിനാണ് കിട്ടിക്കഴിഞ്ഞാൽ 5.9K ഫാമിലി ആകും. അതിനുശേഷം ഒരു 100 സബ്സ്ക്രൈബേഴ്സിനാണ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 6K ഫാമിലി ആകും. ഈ ഒരു 15 പേര് ഇന്ന് രാത്രിക്കുള്ളിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആ എക്സൈറ്റ്മെന്റിന്റെ ആദ്യത്തെ വോയിസ് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഈ 5.9K എന്നുള്ളതൊക്കെ എൻ്റെ ബ്രെയിൻ തിരിച്ചിട്ട് 9.5 8.5 അങ്ങനെയൊക്കെ ഒരു ചിന്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചാനലിലെ കമന്റ്സും ലൈക്കൊക്കെ ഭയങ്കര കുറഞ്ഞു തന്നെ ഉണ്ട്. അപ്പം എല്ലാവരും ഉത്സാഹിച്ച് കമന്റ് ലൈക്കൊക്കെ ഇടുക. എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് വരക്കാം. പിന്നെ ഒരു ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ആരും മറക്കരുത്. നമ്മൾ 5.9K ആവാൻ പോണേണ്. ആ സന്തോഷത്തിൽ മായക്കണ്ണൻ വരെ പോപ്പറൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുന്നു. അപ്പോൾ വേഗം സബ്സ്ക്രൈബ്. ഞാനൊരു പൂ ചോദിച്ചിട്ട് എനിക്കൊരു പൂക്കാലം തന്നെ തന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഉള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു 15 സബ്സ്ക്രൈബേഴ്സും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു 5.9K ഫാമിലി ആവുമെന്ന്. ആൻഡ് ഗസ് വാട്ട്, ഇന്നായപ്പോഴത്തേക്കും നമ്മൾ 6K ഫാമിലി ആയിരിക്കുന്നു. ഒരു 15 സബ്സ്ക്രൈബറിനെ ചോദിച്ചാൽ എനിക്കൊരു 115 സബ്സ്ക്രൈബറിനാണ് കിട്ടിയത്. ഐ ആം സോ ഹാപ്പി. അപ്പം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കുട്ടി ഫാമിലിയിലേക്ക് പുതുതായിട്ട് വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. മഴ പെയ്താൽ മഴവില്ല നിറം പോവോ? ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഇതുപോലത്തെ പൊട്ട ചോദ്യം ചോദിക്കുമോ? അല്ലേ? കുറേ ദിവസമായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് മഴവില്ല് വരക്കുമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും കഴിഞ്ഞ ചാലഞ്ചിൽ മഴവില്ല് വരച്ചത് കൊണ്ടിട്ട് ഈ ചാലഞ്ചിൽ മഴവില്ല് വരക്കാൻ എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കുട്ടി ഇങ്ങനെ ഡെയിലി ഒന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ വരക്കാതിരിക്കണം മോശമല്ലേ, അതുകൊണ്ടിട്ടാണ് ഞാനൊരു മഴവില്ല് വരച്ചത്. പക്ഷെ എന്തൊക്കെയോ തകരാറ് വന്ന പോലത്തെ ഒരു മഴവില്ലായിപ്പോയി. അതുകൊണ്ടിട്ട് ഞാൻ പേന വെച്ച് ഇങ്ങനെ ചെയ്തെങ്കിലും അതത്ര കണ്ട് ശരിയാവാത്ത പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഓർത്ത് ആ മഴവില്ല് മഴ പെയ്തിട്ട് കളറ് സ്മഡ്ജായി പോയതാണെന്ന് പറയാമെന്ന്. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അപ്പോൾ ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് മറക്കണ്ട.
ഇത്ര ദിവസം നമ്മൾ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളല്ലേ വരച്ചത്. നമുക്കൊരു വെറൈറ്റിക്ക് ആയിട്ട് ബ്രഷ് പെൻ യൂസ് ചെയ്യാത്തൊരു സാധനം വരക്കാം. പക്ഷേ അവസാനം ഇപ്പം എനിക്ക് ചെറുതായിട്ട് ബ്ലഷ് ഇടാൻ വേണ്ടി ബ്രഷ് പെൻ ആവശ്യം വന്നിട്ടാ. ബ്ലഷ് ഇടുന്നൊക്കെ ഓപ്ഷനലല്ലേ, അപ്പം നമുക്ക് അതുകൊണ്ട് അതിനത്രക്കണം മൈൻഡ് ആക്കണ്ട. അപ്പം നമ്മൾ ബ്രഷ് പെൻ ഇല്ലാത്ത സാധനമാണ് ഇന്ന് വരക്കണത്. എന്താണെന്ന് വല്ല ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റും, കാരണം ഞാൻ വരച്ചേക്കണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു പാണ്ടേനെയാണ് വരക്കണേന്ന്. അതല്ല, നമ്മൾ ഇത്ര ദിവസം വരച്ച് നോക്കിയ സാധനങ്ങൾ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ വരച്ച് നോക്കിയായിരുന്നാ? ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കമൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ചാനലിൽ കമൻസ് ഒക്കെ തന്നെ ഭയങ്കര കുറവാണ് കേട്ടോ. ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഓർത്തത് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള പിള്ളേരായിരിക്കും, ഡെയിലി കുറേ കമൻസ് ഒക്കെ വരും. പക്ഷേ കൂടിപ്പോൾ ഒരു 24 കമൻറ്റ് വരും. അതിൽ 12 ഞാൻ അങ്ങോട്ട് റിപ്ലൈ കൊടുത്തായിരിക്കും. നമുക്കൊരു ആക്റ്റീവായിട്ടുള്ള ഒരു അടിപൊളി കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണ്ടേ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ഒക്കെ ഇടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മളൊരു പരീക്ഷണം ഉണ്ട് ചെയ്യാൻ പോണത്. അത് നമ്മുടെ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട്. ആദ്യം തന്നെ ഞാനൊരു പിങ്ക് കളർ എടുത്ത്, പിന്നെ ഞാൻ ബ്ലൂ എടുക്കണോ പർപ്പിൾ എടുക്കണോ അതോ പർപ്പിൾ എടുക്കണോ ബ്ലൂ എടുക്കണോ, ഇങ്ങനെ ഞാൻ ആലോചിച്ച് ലാസ്റ്റ് ഞാൻ യെല്ലോ കളറങ്ങ് എടുത്ത്. ഇനി നമ്മൾ ഈ 2 കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ക്യാൻഡിയാണ് വരയ്ക്കാൻ പോണത്. ബ്രഷ് പെന്നുള്ള എല്ലാവരും ഈ പരീക്ഷണമൊക്കെ നേരത്തെ തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇത് സക്സസ് ആവുമോ ഫെയിൽ ആവുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ആദ്യം കുറച്ച് നേരം കളർ അടിച്ചപ്പോഴത്തേക്കും യെല്ലോ ഇസ് നോട്ട് യെല്ലോയിങ് എന്ന് പറയണ പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. യെല്ലോ കളർ വരണുണ്ടായിരുന്നില്ല, പിങ്ക് മാത്രമാണ് വന്നുകൊണ്ടെന്ന് വെച്ചത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് യെല്ലോ എങ്ങാണ്ട് യെല്ലോ ആവാൻ തുടങ്ങിയത്. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ക്യാൻഡിയുടെ ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു സ്റ്റിക്കും ബോയൊക്കെ വരച്ചു കൊടുത്ത് ക്യാൻഡിക്ക് ചേർത്തിട്ട് ക്യാൻഡിയുടെ ലുക്കൊക്കെ വരുത്തിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വരുത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് അങ്ങോട്ട് സപ്പോർട്ട് ആക്കുക. അപ്പോൾ 2 ദിവസം മുന്നിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു 15 സബ്സ്ക്രൈബേഴ്സും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 5.9K ആവുന്നു. ആൻഡ് ഗസ് വാട്ട്, ഇന്നത്തെ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് എത്രയെന്ന് അറിയാം? 6.7K. ഇതിനൊക്കെ എനിക്ക് നിങ്ങളോട് എങ്ങനെയൊക്കെ താങ്ക്സ് പറയണമെന്ന് എനിക്ക് അറിയാനേ പാടില്ല. അത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറയാം നമുക്കൊരു അടിപൊളി കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. ഒരു 24 കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് 12 കമൻറ്റ് ഞാൻ അങ്ങോട്ട് റിപ്ലൈ കൊടുത്താണ്. അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ഇടണമെന്ന്. എന്നിട്ട് ഇന്നലത്തെ വീഡിയോയിലെ കമൻറ്റ് എത്രയെന്ന് അറിയാം? 102 കമൻറ്റ് എന്തൊക്കെ. ഇതിനൊക്കെ ശരിക്കും എനിക്ക് എങ്ങനെയൊക്കെ താങ്ക്സ് പറയണമെന്ന് എനിക്ക് അറിയാനേ പാടില്ല. അപ്പോൾ എൻ്റെ സന്തോഷത്തിനായിട്ട് എല്ലാവർക്കും ഈ പോപ്കോൺ. ഞാൻ എപ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേറ്റാണ് വീഡിയോ എടുക്കാറും എഡിറ്റ് ചെയ്യാറ് എല്ലാം ചെയ്യാറ്. അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഈ ഒരു കമൻറ്റ് വന്നത്. നിങ്ങൾ ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോൾ ഞാൻ മാനത്ത് കണ്ടതാണോ അതോ ഞാൻ മാനത്ത് കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതാണോ? ഞാൻ 2 സെയിം തന്നെയല്ലേ പറഞ്ഞത്. എന്തായാലും കാര്യം മനസ്സിലായില്ല. അതാണോ സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഹാപ്പി ആയില്ല ഇപ്പം. പിന്നെ നിങ്ങളോട് എനിക്ക് കുറച്ച് സന്തോഷ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാലഞ്ച് മടുത്ത് തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഒരു 9 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാലഞ്ച് കഴിയും. പിന്നെ ഡിസംബർ ആയിരിക്കും നമുക്ക് കുറച്ച് ക്രിസ്മസ് റിലേറ്റഡ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യും. പിന്നെ ഒരു 130 പേരും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളൊരു 7K ഫാമിലി ആവുന്നതാണ്. അപ്പം എല്ലാവരും ഷടപടേ എന്ന് കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കൊക്കെ. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, 5 ദിവസം മുന്നെയാണ് നമ്മൾ 6K ആയത്. ഇന്നിപ്പോൾ നമ്മൾ 7K ആയി. അതുകൊണ്ട് ഇന്ന് എൻ്റെ വക എല്ലാവർക്കും ഡോണറ്റ്. ഈ ഡോണറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ്, ഈ ഡോണറ്റ് കാണുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ UG കാലഘട്ടം ഓർക്കും. UG കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത്ര വലിയ നാൾക്ക് പുറകിലൊന്നും അല്ല, കുറച്ച് മാസമായിട്ടുള്ള ഞാൻ UG പാസ്സായിട്ട്. അപ്പോൾ ഈ UG പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഈ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഡോണറ്റ് കഴിച്ചില്ലെങ്കിൽ ഒരു തൃപ്തി ആവില്ല. അപ്പം ഞങ്ങളുടെ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ ഡെയിലി ഡോണറ്റ് കഴിക്കും. ആ ഡോണറ്റ് ആണെങ്കിൽ എൻ്റെ മോനെ, നമ്മൾ ഏത് ഡോണറ്റ് വേണമെന്ന് ആ ചേട്ടനോട് പറയുന്നു, ആ ചേട്ടൻ കൊണ്ട് അത് ചൂടാക്കി കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മൾ ഈ സ്പൂൺ വെച്ച് ഇങ്ങനെ കുത്തുമ്പോൾ തന്നെ ഈ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകി വരും. അതൊക്കെ ഒരു കാലം. സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നേ, അതൊക്കെ കുറച്ച് പേരെ കണ്ടത്. ഇപ്പം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും 109 പേരാണ് അത് കണ്ടേക്കണത്. ആ വീഡിയോൻ്റെ അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. യൂട്യൂബ് ആ വീഡിയോനെ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരിലേക്കാണ് എത്തിച്ചേക്കണത്. ആ കുറച്ച് പേരിൽ കുറച്ച് പേരുണ്ടല്ല എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന് കാണുന്നുണ്ട്. എന്തായാലും കള്ളനെ ഞാൻ കയ്യോടെ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ ക്രിസ്മസ് ഒക്കെ ആവാറായല്ലോ. അപ്പോൾ ക്രിസ്മസ് റിലേറ്റഡ് കുറേ ക്രാഫ്റ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ തുടക്കമാണ്. നിങ്ങൾക്കറിയാമോ ഈ വീഡിയോ ഞാൻ മുള്ളുമേൽ നട്ടെടുത്തത്? അങ്ങനെ മുള്ളിൽ ചവിട്ടി നിന്നല്ല കേട്ടാ, ഞാൻ കുറച്ച് ധൃതി പിടിച്ചെടുത്തെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു ചാലഞ്ച് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ചാലഞ്ച് തുടങ്ങാനുള്ള മെയിൻ കാരണം തന്നെ എനിക്ക് ഈ മാസം മൊത്തം എക്സാം ആണെന്ന്. അങ്ങനെ എൻ്റെ ഇന്റേണൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നാളെ എൻ്റെ സെം എക്സാം തുടങ്ങുകയാണ്. അതും നാളെ മാത്സ്. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്നിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതെനിക്ക് നല്ല രീതിക്ക് വിഷമമാകും. അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഒരു ലൈക്കും കമൻറ്റും ഇട്ടേക്കുക. എക്സാം ആണെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാതിരുന്ന അതും എനിക്കൊരു ടെൻഷനാണ്. എന്നാൽ വീഡിയോ എടുക്കാതെ എക്സാമിന് പഠിച്ചോണ്ടെന്ന് അതും എനിക്കൊരു ടെൻഷനാണ്. എന്താ ചെയ്യുക? അങ്ങനെ ഞാൻ ഇന്നത്തെ മാത്സ് എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇന്നലെ കുറേ പേരൊക്കെ ഈ കമൻറ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു, ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടും നന്നായിട്ട് പഠിക്കണേ, നന്നായിട്ട് എഴുതണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒത്തിരി സന്തോഷമായി. എനിക്ക് ശരിക്കും ഉണ്ടല്ല, സന്തോഷം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞ് പ്രകടിപ്പിക്കാൻ എനിക്ക് അത്ര അറിയാൻ പാടില്ല. എനിക്ക് സന്തോഷം വരുമ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ട് നിൽക്കാനും അറിയാൻ പാടില്ല. അതുകൊണ്ടിട്ടാണ് എനിക്ക് എൻ്റെ വേർഡ്സിലൂടെ എൻ്റെ സന്തോഷം അത് മര്യാദക്കാണ്ട് അറിയിക്കാൻ പറ്റും. കുറച്ച് ദിവസം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞത് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണെന്ന്. അതിപ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ അച്ചീവ് ചെയ്തൊക്കെ വരുന്നുണ്ട്. കുറേ
കുറേ കുട്ടികൾ വന്നിട്ട് ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടീവായിട്ട് കമൻസ് ഒക്കെ ഇടുന്നുണ്ട്. നമ്മുടെ ചാലഞ്ച് ചെയ്യാനായിട്ട് അപ്പം ഇനി 5 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ 5 ദിവസം എന്തൊക്കെ വരക്കണം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇന്നാണെങ്കിൽ നമ്മുടെ ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് എന്ത് വരക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഒരു കുട്ടി കുറച്ച് ദിവസം മുന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. ആ കമൻറ്റിൽ കുറച്ച് ഇമോജീസ് ഉണ്ടായിരുന്നു. അതിലൊരു ഇമോജി ആയിരുന്നു ഇത്. സംഭവം എന്തായാലും കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഐഡിയമാണ്, വരക്കാനും എളുപ്പമാണ്. അപ്പോൾ പിന്നെ ഞാൻ അതങ്ങോട്ട് വരച്ചു. ആ കമൻ്റ് ഇട്ട കുട്ടിയുടെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. ആ കുട്ടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലൊന്ന് കമൻ്റ് ഇടാൻ മറക്കണ്ട. പിന്നെ ഉണ്ടല്ല, ഈ ഒച്ചിനെ കൊമ്പ് വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒച്ചിനെ കാണാനൊരു ഏലിയൻ വൈബൊക്കെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പറയാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് മറക്കണ്ട. ഇത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പം ഞാൻ ഓർത്ത് എന്തെങ്കിലും സിമ്പിളും പവർഫുൾ ആയിട്ടുള്ളൊരു സാധനമായിട്ട് വരായിരുന്നു. അങ്ങനെ ഞാനൊരു പവർഫുൾ സാധനമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ വെച്ചിട്ട് ആ പവർഫുൾ സാധനം എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് പോയി. പക്ഷെ നമ്മളത് വിട്ടു കൊടുക്കാനുള്ള, നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് ബോൾഡാക്കി അതിനെ സ്ട്രോങ് ആക്കി കൊടുത്തു. ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്താ വരക്കണം നിങ്ങൾക്ക് പിടികിട്ടില്ലേ? ഇനി പിടികിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പുഷ്പയുടെ സ്വന്തം ഫയർ ആണ് വരക്കണത്, ഫ്ലവർ അല്ല. ഈ പ്രാവശ്യം നമ്മുടെ ബ്രഷ് പെൻ വെച്ചിട്ടുള്ള ബ്ലെൻഡിങ് കുറച്ചൊക്കെ വർക്കായിട്ടുണ്ട് കേട്ടോ. ഫയർ കാണാൻ ഫയർ പോലെയൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഒട്ടും സമയമില്ല, കാരണം നാളെ പരീക്ഷയാണ്. അതുകൊണ്ടിട്ടാണ് പെൻസിൽ വെച്ച് വരക്കാണ്ട് പേന വെച്ച് ഡയറക്റ്റ് ആദ്യമേ വരച്ചത്. അപ്പോഴത്തേക്കും ദേ കിട്ടിയ ഒരു പണി ഒരു പെറ്റൽ മാത്രം വലുതായിട്ടിരിക്കണം. ആദ്യം ഞാൻ ഓർത്തത് വേറെ തന്നെയായിട്ടൊരു പടം വരക്കാമെന്നാണ്. പിന്നെ ഞാൻ ഓർത്ത് അതിന് ഇനിയും സമയം പോകുമല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ഈ പടത്തിന് തന്നെ കുറച്ചുകൂടി ഭംഗിയാക്കി അങ്ങോട്ട് പെറ്റലൊക്കെ അങ്ങോട്ട് ഏകദേശം ഒരു ഷേപ്പ് ആക്കിയൊക്കെ എടുത്ത്. ഇനിയപ്പോൾ 2 ദിവസം കൂടെയുള്ള നമ്മുടെ ചാലഞ്ച് കഴിയാനായിട്ട്. അതേ നമുക്ക് കുറച്ച് ക്രിസ്മസ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഈ പൂവ് എങ്ങനെയുണ്ടെന്ന് പറയാൻ നിൽക്കണ്ട, നമ്മുടെ തട്ടിക്കുട്ട് പൂവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. 8K ആവാൻ ഇനി കുറച്ച് ഫോളോവേഴ്സും കൂടി. ഇത് വരക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കറിയായിരുന്നു ലാസ്റ്റ് ഇങ്ങനെയാവുള്ളൂ എന്ന്. കാരണം ചെറുപ്പം തൊട്ടേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇത്. പക്ഷെ ഞാൻ എപ്പോൾ വരച്ചാലും ഒരു ചിറക് വലുത് ഒരു ചിറക് ചെറുത്. അതല്ലെങ്കിൽ വരച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് ലാസ്റ്റ് ഞാൻ കളർ ചെയ്ത് കൊളവാക്കും. അതുകൊണ്ടിട്ട് പൊതുവേ ഞാൻ ബട്ടർഫ്ലൈനെ വരക്കാൻ അങ്ങനെ നിൽക്കാറില്ല. പക്ഷെ ഇന്ന് എന്ത് വരക്കും എന്നുള്ളൊരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെയാണെങ്കിൽ നാളെ നമ്മുടെ ചാലഞ്ച് തീരണയില്ലേ. അപ്പോൾ പിന്നെ ഒരു ബട്ടർഫ്ലൈ കിട്ടിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ബട്ടർഫ്ലൈനെ വരച്ചത്. അതിനെ ഞാൻ ലാസ്റ്റ് കൊളവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തോടെ നമ്മുടെ ചാലഞ്ച് തീരണയാണ്. അപ്പോൾ നാളെ എന്ത് സാധനം വരക്കണം എന്നുള്ളതൊക്കെ ഇന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ക്രിസ്മസ് റിലേറ്റഡ് കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യണ്ടേ, അതും എന്തൊക്കെ വേണമെന്നുള്ളതൊക്കെ ഇപ്പോഴേ കമൻറ്റ് ചെയ്യാൻ തുടങ്ങിയോ, എന്നാലും എനിക്ക് അപ്പം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ 30 ദിവസത്തെ ചാലഞ്ച് ഇന്നത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ കണ്ടിട്ട് കാണുമ്പോൾ കുറച്ച് പാടുള്ളതും എന്നാൽ വരക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം ഞാൻ കാണിച്ചു തരാമെന്ന് ഓർത്ത്. പൊതുവേ ഞാൻ പെൻസിൽ വെച്ച് വരച്ചിട്ടാണ് അതിന് വെള്ള പേന വെച്ച് വരക്കാറുള്ളത്. ഇന്ന് ഞാൻ ഡയറക്റ്റ് പേന വെച്ച് വരക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അത്രയും സിമ്പിളാണ് ഈ സാധനം വരക്കാനെന്ന്. അങ്ങനെ നമ്മുടെ ചാലഞ്ചൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നാളെ തൊട്ട് എന്തെങ്കിലും ക്രിസ്മസ് റിലേറ്റഡ് ക്രാഫ്റ്റും പിന്നെ എന്തെങ്കിലും അടിപൊളി ക്രാഫ്റ്റൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒന്നും മറക്കണം.